Curry Loop. Looping flavors of Kerala. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ബിരിയാണിയാണ്. ഈസി ചിക്കൻ ബിരിയാണി, അതും ഓയിൽ ഇല്ലാതെ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 4 സവാളയാണ്. 4 സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്, പുതിനയില. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന റൈസ് എന്ന് പറയുന്നത് സോന മസൂരി റൈസ് ആണ്. നമുക്ക് വേണമെങ്കിൽ ജീരകശാലയോ ബസുമതി റൈസോ ഉപയോഗിക്കാവുന്നതാണ്. ആദ്യം സവാള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പുതിനയില. ഒരു കുക്കറിൽ ഞാനിപ്പോ അരിഞ്ഞു വെച്ചിരുന്ന സവാളയും തക്കാളിയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും പുതിനയിലയും കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാല. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് 1.5 കിലോ ചിക്കൻ ഇടുക. നല്ലോണം മിക്സ് ചെയ്യുക. ചിക്കനിലേക്ക് 1/4 കപ്പ് ചെറുചൂട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു വിസിൽ വരുന്നിടം വരേക്കും വെയിറ്റ് ചെയ്യുക. ഒരു വിസിൽ വന്ന് ആവിയും പോയി. ഇനി നമുക്ക് തുറന്നു നോക്കാം. ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കഴുകി വെച്ചിരിക്കുന്ന സോന മസൂരി റൈസ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലിപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട്. അതുകൊണ്ട് എക്സ്ട്രാ വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക ചിക്കനും റൈസും കൂടെ. ഉപ്പുണ്ടോ എന്ന് നോക്കുക. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പിട്ട് നോക്കുക. ഇനി കുക്കറിന്റെ അടപ്പ് വെച്ചിട്ട് വെയിറ്റ് വെക്കാതെ റൈസ് വേവിച്ചെടുക്കുക. ഫ്ലെയിമിലായിരിക്കണം റൈസ് വേവിച്ചെടുക്കേണ്ടത്. ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ടായിരിക്കും. നമുക്കിപ്പോ തുറന്നു നോക്കാം. റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് പയ്യെ ഒന്ന് നോക്കാം. ഓക്കെ, റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിനി 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ഓയിൽ ഉപയോഗിക്കാനുള്ള ബിരിയാണി റെഡി ആയിരിക്കുകയാണ്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാർബ്സും പ്രോട്ടീനും കിട്ടുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.